ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അറബിക് ടിപ്പായിട്ടുള്ള ഹമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ, കുബൂസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഡിപ്പാണ് ഹമ്മൂസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ടിപ്പ് കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വെച്ചതായിരുന്നു ഇത്. ഇനി നമ്മൾക്കിത് പ്രഷർ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം. വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തൊലി കളഞ്ഞിട്ട് ഉണ്ടാക്കാം, തൊലി കളയാതെ ഉണ്ടാക്കാം. നമ്മളിവിടെ എളുപ്പത്തിന് തൊലി കളയാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് പാകത്തിനുള്ള വെള്ളക്കടല ഇട്ട് കൊടുക്കാം. ആ പാകത്തിനുള്ള വെള്ളക്കടല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു തഹിനി പേസ്റ്റാണ് വേണ്ടത്. ഇത് വെള്ള എള്ളിൻ്റെ ഒരു പേസ്റ്റാണ്. നമുക്കിത് ഹോം മെയ്ഡായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊരു 2 വലിയ ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മളിവിടെ ഒരുപാട് ഉണ്ടാക്കുന്ന കാരണമാണ് 2 വലിയ ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. അല്ലെങ്കിൽ അതിലേക്കും കുറച്ച് ചേർത്താൽ മതി, കാരണം അത് വല്ലാണ്ടായ ഒരു കയ്പ്പരസം വരും. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മളിവിടെ ഒരു 5-6 ഇല്ലി നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂണോളം തൈരാണ്. തൈര് എടുക്കുമ്പോൾ വല്ലാണ്ട് പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കുറച്ച് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അങ്ങോട്ട് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹമ്മൂസിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ അരയ്ക്കുമ്പോൾ വല്ലാണ്ട് ഒലിവ് ഓയിൽ നമ്മളിതിൽ ചേർക്കില്ല. നമ്മളത് സെർവ് ചെയ്യുമ്പോഴാണ് ഒലിവ് ഓയിൽ അധികമായിട്ട് ചേർക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിപ്പാണ് ഹമ്മൂസ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം.